അയ്യോ പിള്ളാരെ സ്കിറ്റിനുള്ള വെള്ളമൊക്കെ കോരി മാമ ഇവിടെ നിറച്ചു വെച്ചിട്ടുണ്ട്. ബാ എല്ലാരും കേട്ടോ. എവിടെ ഞാൻ ചേട്ടനെ പറമ്പിലേക്ക് പോവായിരിക്കും. എങ്ങനെ ഉണ്ട് കോമഡി? കണ്ട പാടി ചാച്ചിര കോമഡി. അപ്പം തനയും തൻവിയും അനിയനും ചേട്ടത്തിയും ഒരു നല്ല കൈഡി കൊടുത്തേ. കാര്യം വേറൊന്നും കൊണ്ടല്ല, വന്നതിന്റെ അന്ന് തന്നെ മെഗാ ചാർജ് ഇവന്റ് കയറി റെക്കോർഡ് ഇട്ടേക്കാണ്. വീണ്ടും ഒന്നും കൂടെ കയറണമെന്ന് അവർക്ക്. അതാണ് 2 മാസത്തോട് കയറി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക പ്രയോറിറ്റി കിട്ടുമല്ലോ. അങ്ങനെയാണ്, പ്രയോറിറ്റി പാസ് ഉണ്ട് അവർക്ക്. ഇനി മെഗാ ചാർജ് ഇവന്റിൽ എന്താണ് പ്രൈസ് എന്നറിയാമോ? എന്താണ് ഒന്നാം സമ്മാനം? 2 ലക്ഷം രൂപ. രണ്ടാം സമ്മാനം എന്താണ്? 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം എന്താണെന്ന് അറിയണോ? മൂന്നാം സമ്മാനം എന്താണ്? ഡെവൻ ഫുഡ്സ് നൽകുന്ന 75,000 രൂപ. തകർത്തോണം കേട്ടാ. ഓ അവന് 2 ലക്ഷമാണ് വലുതെന്നൊന്ന് പറഞ്ഞോട്. 2 ലക്ഷം രൂപ സന്തോഷിച്ചത്. 2 ലക്ഷം രൂപ ഭയങ്കര വലുതാണ് കേട്ടാ. ശകലോടെ തന്നത് 1.5 ലക്ഷം. ഏറ്റവും ലാസ്റ്റ് 75. നിന്റെ നിപ്പ് കണ്ടിട്ട് നീ രണ്ടും കൊണ്ട് പോകണം. അപ്പൊ ചേച്ചി ബാറ്ററി ഒന്ന് ഓണാക്കി കൊടുക്കും. പിള്ളേര് ഇവിടെ ചാർജ് ആയിട്ട് നിൽക്കുകയാണ്. തകർത്തോണം. ചാർജ് വെള്ളം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മക്കളെ തകർത്തോണം കേട്ടോ. പാടാ. ഓണത്തിനൊരു മഞ്ഞക്കോടി മേടിച്ചവന് കൊടുത്ത് നിക്കറോട് പോട്ട് വീട്ടിൽ കൊണ്ട് ഇവന്റെ പഴയ അപ്പൂപ്പ എവറടിയില്ല കയ്യിലെ. അല്ല, ശ്വേത ചേച്ചി ഇവിടെ ഇരിക്കുവാണാ? നമ്മുടെ ക്ലബിലെ ഓണാഘോഷ പരിപാടിയായിട്ട് അങ്ങോട്ട് പോയില്ലേ? വേഗം ഒരുങ്ങി ചെല്ലാൻ നോക്ക്. അത് ശരി. അപ്പൊ ഡയാനെ വെലീനെ ശ്രീവിധി ഒന്നും പോയില്ലേ? എനിക്ക് എന്റെ ചെറുക്കനെയും കുളിപ്പിച്ചോണ്ടേ വരാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാനെത്തില്ലെന്നും പറഞ്ഞ അവിടെ ചെന്നിരുന്ന എന്നെ പറ്റിയുള്ള നുണയൊന്നും പറയല്ലേ. അല്ല, ഈ വെള്ളം കോരി വെച്ചിട്ട് ഇവനിത് എവിടെയാണ്? എടാ ഉണ്ണിക്കുട്ടാ, എടാ ഉണ്ണിക്കുട്ടാ. അമ്മാ അയ്യോ, മാവില് പാതാളത്തിൽ നേരെ എന്റെ വീട്ടിലോട്ട് വന്നാ. മാവിലല്ല ഉണ്ണിക്കുട്ടൻ. എവിടുന്നാടോ ഈ മാവേലിയുടെ കൊട? പൂവിന്റെ ഇടക്ക് മാവേലിയാ? പൂമ്പാറ്റയല്ലേടാ? മാവേലി പറഞ്ഞു എടാ ഉണ്ണിക്കുട്ട വന്നാലും മരക്കാരാണ്, ഈ കൊട കൊണ്ടൊന്ന് വീട്ടിൽ പോയിക്കോളെ. സത്യം, മാവേലി ചായ കുടിക്കാൻ പോയപ്പോ എത്തോണ്ട് ഓടിയതാണ്. എന്റെ ദൈവമേ, ക്ലബ്ബ് കാരണം മാവേലിയുടെ കൊട എടുത്തോണ്ട് വന്നേക്കുന്ന. അല്ല, നീ എവിടുന്നാടാ പൂ പറിക്കാൻ പോയത്? അതെന്റെ കൂടെ പഠിക്കണ കിങ്ങിന്റെ വീട്ടിൽ നിന്ന്. എന്നിട്ട് പൂ പറിച്ച? അതെ, ഞാൻ ആരും കാണാതെ പൂ പറിച്ചോണ്ടിരുന്നപ്പരേ ഈ തുണി അങ്ങൂരിപ്പോയി. കിണ്ടാണ്ടി അല്ല, കണ്ടാന്നറിയില്ല. ഞാനിങ്ങനെ പൊത്തിപ്പിച്ചോണ്ട് അങ്ങോടി. അച്ഛനെ ഇപ്പൊ നിന്നെ പറ്റി പരാതി പറഞ്ഞ് നടക്കണയാണ്. എന്നെ പറ്റി എന്ത് പരാതി? ഓ, കിങ്ങിണി സ്കൂളിൽ പോകുമ്പോ നീ പുറകെ ചെല്ലും, ട്യൂഷന് പോകുമ്പോ നീ പുറകെ ചെല്ലും, കിങ്ങിണി പാല് മേടിക്കാൻ പോകുമ്പോ നീ പുറകെ ചെല്ലും. എന്തിനാ ആ കൊച്ചിന്റെ പിന്നാലെ കറങ്ങി നടക്കണത്? അതമ്മ ശർക്കര ഉള്ള തലയിച്ചണം കറങ്ങത്തുള്ളൂ. അപ്പൊ കിങ്ങിണി അച്ഛനൊന്ന് തന്നാലേ ഈ ഈച്ചയുടെ കണ്ണിൽ കൂടെ പൊന്നീച്ച പറക്കണോ? അത് ഇച്ചിരി പുളിക്കും. എന്ത് പൊന്നിനൊക്കെ ഇപ്പൊ എന്താ വില? നോക്കിയിരിക്കാതെ അകത്തെന്നാ വിളക്കെന്നെടുത്ത് തലേ തേച്ച് വേഗം വന്ന് കുളിക്കാൻ നോക്കിയേ. വിളക്കെണ്ണയാ? എനിക്ക് വെളിച്ചെണ്ണതാ. പിന്നെ വെളിച്ചെണ്ണ തലേ തേച്ച് കുളിക്കാനേ നീ അമ്പാനിയുടെ മോനല്ലേ, അനിയുടെ മോൻ. കുളിക്കാൻ നോക്കടാ. എനിക്ക് ഇവിടെ ഇരുന്ന് കുളിക്കണ്ടമ്മ. ഇവിടെ ഇരുന്ന് കുളിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യാ, കിണറ്റിന്റെ അകത്ത് ഇറങ്ങിയിരുന്ന് കുളി. അതിന് കിണറ്റിന്റെ അകത്ത് ഇറങ്ങിയിരിക്കാൻ ഞാൻ എന്താ ഗോവിന്ദച്ചാമിയാ? ശുചിത്വം വേണവടാ. അത് നടക്കത്തില്ലമ്മ. ശുചിത്വം ഞാനും തമ്മിൽ മടക്കാം. ശുചിത്വമിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ശുചിത്വം വേണമെന്ന്. ഇതെന്താണ് ഇത്? അത്തവിടാനുള്ള പൂവാണാ? പൂവമ്മ, ഇത് അത്തവിടാനുള്ള പൂവൊന്നും അല്ലേ. എന്റെ കിങ്ങായി ഞാൻ മനസ്സിൽ തീർത്ത പോളം. അമ്മേന്റെ ഭാഗ്യം. ഞാൻ അമ്മേന്റെ മോനായത് അമ്മേന്റെ ഭാഗ്യം. ഞാനൊരു സാധാരണ സ്ത്രീ അല്ല.
ആ പിന്നെ അമ്മ തലയിൽ വെച്ചല്ലേ ചായ ഓ ഈ ഓണം ഒന്ന് കഴിഞ്ഞിട്ട് വേണം നിന്നെ എന്റെ വീട്ടിൽ കൊണ്ട് നിർത്താൻ. അതിന് ഓണം കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ കൊണ്ട് നിർത്താൻ. ഞാൻ ഓണത്തിന് ബാക്കി മുപ്പേരിയ. നിനക്ക് ഒരു അടീന്റെ കുറവുണ്ട്. നിന്നെ ഞാൻ അമ്മക്ക് എന്നെ വേണ്ടെങ്കിൽ അമ്മ എന്നെ ആ കിങ്ങിന്റെ വീട്ടിലോ ആ മീനുക്കുട്ടിന്റെ വീട്ടിലോ കൊണ്ടാക്ക്. അതെന്തിനാടാ? അവനമ്മ പൊളി വൈബ് അല്ലേ? എന്ത് വൈബ്? ഓണ വൈബ് പപ്പട മൂട്. ഏത് മൂട്? ഓണ മൂട്. ഏത് മൂട്? അത്ത മൂട്. ഏത് മൂട്? മൂട്. ഏത് മൂട്? മുണ്ട് മൂട്. ഏത് മൂട്? സാരി മൂട്. ഏത് മൂട്? പായസം മൂട്. ഏത് മൂട്? ഒലക്കയുടെ മൂട്. നല്ലൊരു ഓണമായിട്ട് നിനക്ക് ഈ അമ്മേനോട് ഒരു സ്നേഹവും ഇല്ല. സ്നേഹമുണ്ടമ്മ, സ്നേഹമുണ്ട്. ഇന്നലെ രാത്രി മുട്ട കിണറ്റിന് വെള്ളം കോരണ കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എന്നിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്ത്? ഞാൻ പോയി കിടന്നു ഉറങ്ങി. നീ എന്റെ പുത്രനായിട്ട് തന്നെ വന്ന് ജനിച്ചല്ലാണ്. അമ്മ ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ അമ്മനമ്മക്ക് ഞാൻ ഇവിടെ ജനിക്കും. ഇവിടെയാ? ഇവിടെ അല്ല, കുറച്ചും കൂടെ മാറി ഇവിടെ ജനിക്കും. ഞാൻ ജനിക്കുന്നില്ല, പോരെ ഇപ്പൊ തന്നെ മടുത്തിരിക്കുവോ. എടാ 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 ഒന്ന് വാടാ, എനിക്ക് നിന്നെയും കൊണ്ട് വേണം ഓണാഘോഷ പരിപാടിക്ക് പോവാൻ. ഇത് എന്താണ് ഇത്? നിന്റെ തല മുഴുവൻ പേം പുഴുത്ത് കിടക്കണല്ലേ? അപ്പൊ ഗുഡ് ന്യൂസ്. പേം പെത്ത് കിടക്കണ ഗുഡ് ന്യൂസ്. അപ്പൊ അമ്മ പറഞ്ഞിട്ടില്ലേ പഠിക്കും എന്നെ തല ഒന്നും കയറ്റല്ലെന്ന്. ഇപ്പൊ കണ്ടാ പേൻ കേറിയത്. ഞാൻ മടുത്ത്. ഇനി നിന്നെ കുളിപ്പിക്കാൻ വല്ല ഹോംനെസിനെ വെക്കണം. യ്യോ, യ്യോ. എന്താണ്? അല്ല ഏതോ പെണ്ണ് വരുന്ന കാര്യം പറഞ്ഞു. എന്നെ കുളിപ്പിക്കാൻ ഏതാ ഐറ്റം? മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ലെങ്കിലും കോഴി കോഴി തന്നെ. എന്റെ പൊന്നോ, ഇനിയെങ്കിലും നിന്റെ അച്ഛനെ പോലെ നല്ല വഴിക്ക് നടക്കാൻ നോക്കടാ. അപ്പൊ അമ്മ ഇത്രനാളോട്ട് അറിഞ്ഞില്ല അച്ഛൻ വരിരച്ച് നടക്കണത്. എന്തെങ്കിലും ആവട്ടാ. ഈ പറയുന്ന നിന്റെ ഓണപരീക്ഷയുടെ റിസൾട്ട് വരുമല്ല, അന്ന് ഞാൻ കാണിച്ചു തരാടാ. ഈ പ്രാവശ്യം ഞാൻ എല്ലാം വെറുതെ ആണോ? എന്നാ പറ, ഏറ്റവും കൂടുതൽ വേഗത്തിലോടുന്ന ജീവി ഏതാടാ? ജീവിയാ? ഇവനോടുണ്ടല്ലോ ഓടണത്. എന്റെ ദൈവമേ. അല്ലമ്മ എനിക്കൊരു സംശയം. 800 2 പൂജ്യം 90 എന്താമോ ഒരു പൂജ്യം? എടാ അത് 800. അത് ശരിയാണല്ലോ. ആ മതി കണക്കൂട്ടിനത്തെ ദിവസം മൊത്തം തീരും. എന്നോട് വരാൻ നോക്കി. എനിക്ക് നിന്നെ കൊണ്ട് വേണം ഓണാഘോഷ പരിപാടിക്ക് പോവാൻ. അതിന് നിങ്ങളുടെ ഓണാഘോഷ പരിപാടിയൊന്നും നടക്കാൻ പോകുന്നില്ല. അതെന്താടാ? നിങ്ങളുടെ പ്രസിഡന്റ് തലോട്ട് ആശുപത്രിയില്ല, അതുകൊണ്ട് ഞാനും വന്നില്ല. പ്രസിഡന്റ് തല പൊട്ടി ആശുപത്രിയിലാണേലും നീ എന്താടാ വരാത്തെ? അതെ, പ്രസിഡന്റ് തലയിൽ കല്ലെറിഞ്ഞു പൊട്ടിട്ട് ഞാനാ. ഏത് മൂട്? ഓണ മൂട്. ഏത് മൂട്? പപ്പടം മൂട്. മൂട്. ചെറുക്കാ എലി ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഇവരുടെ പെർഫോമൻസ് കാണുമ്പോ തോന്നുന്നത് ഇവരുടെ കൗണ്ടേഴ്സും അതൊന്നുമല്ല. ക്യൂട്ട്നെസ് ഇങ്ങനെ, അതും ഒരു ചേച്ചി, നമുക്ക് അവളെ ചേച്ചിയായിട്ട് തോന്നില്ല, ഒരു അമ്മയും കുഞ്ഞുമായിട്ട് എനിക്ക് എപ്പോഴും തോന്നുക. ഇതൊക്കെയാണ് ഇവരുടെ ഒരു സ്കിറ്റിന്റെ ബേസ്. തനയുടെ മുഖത്ത് നിന്ന് നമുക്ക് കണ്ണെടുക്കാനേ തോന്നത്തില്ല. ശരിക്കും അവളെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇവന്റെ മുഖത്ത് നിന്ന് ഇങ്ങനെ കണ്ടിങ്ങനെ ഫിക്സ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ് ചെയ്യുന്നത് കുഞ്ഞു. അതെ അതെ അതെ. അത് മാത്രല്ല സ്കിറ്റിന്റെ ഒരു ഡയലോഗ് അവൻ മിസ് ചെയ്യില്ല. എവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ, അവൻ അവിടുന്ന് അപ്പൊ കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾക്കൊരു ഭീഷണിയാന്ന് തോന്നുന്നുണ്ടോ? ഇതുപോലെ പാർട്ട്ണറിനെ കിട്ടാൻ കൊതിയായിട്ട് ഷജീറിന്റെ ഒരു ആഗ്രഹം. ഷജീർ പറയാണ് ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഇവനെങ്കിലും വിഷ്ണുപ്രിയ ഇവന്റെ പുറകെ നടക്കാൻ വേണ്ടി കുറച്ച് ദിവസമായി. ഞാൻ സ്നേഹം കൊണ്ടൊന്നും പറഞ്ഞിരിക്കുന്നത്. അല്ല വേറെ കാര്യം, ഇവന്റെ ഭയങ്കര പെർഫോമൻസ് കണ്ടിട്ട് ഷജീർ തിരിഞ്ഞു നോക്കുമ്പോ ഇപ്പോഴും കയ്യിൽ എഴുതി വെച്ച് കിറ്റ് കളിക്കുന്ന വിഷ്ണുപ്രിയ അടുത്തിരുന്ന് അല്ല ഇവിടെ ഇരുന്ന് പറഞ്ഞ് കയ്യില് പോലും എഴുതാ ചെറുക്കം. അതൊക്കെ നമുക്ക് ബൈ ഹേർട്ട് അല്ലേ? ഇത് പറഞ്ഞ സ്മൃതി ആരാ പേപ്പറിൽ എഴുതി വെച്ചോണ്ട് ഒരു പത്രത്തിൽ. എന്നിട്ട് ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ ഒട്ടിച്ചിങ്ങനെ വെച്ചേക്കും ഇടയ്ക്ക് നോക്കി വായിക്കാൻ വേണ്ടി. ഇതൊന്നും നമ്മൾ അറിയുന്നില്ലെന്നാണ് വിചാരം. എന്തായാലും ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇനി ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കണ്ടേ? നോക്കാം. എവിടെയാ ബാറ്ററി ചാർജ് കയറിയോ നോക്കുന്നേ? അവിടെ എല്ലാം അറിയാം. വാ നമുക്ക് നോക്കാം. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല
നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ കിട്ടിയല്ലേ കഴിഞ്ഞ ഒരു 5 ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഒരു 2 5 ഉണ്ട്. അതെ 25,000 റുപ്പീസ് ആണ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ലഭിച്ചിരിക്കുന്നത്. ചേച്ചി അതൊന്ന് ട്രാൻസ്ഫർ ചെയ്യാവോ? പെർഫെക്റ്റ്, ക്രെഡിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു മൊമെന്റിലേക്കാണ് ഞാൻ പോകുന്നത്. മറ്റൊന്നല്ല, നമ്മുടെ ഇപ്പോൾ ഓണം സ്പെഷ്യൽ പ്രോഗ്രാം ആണല്ലോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബെസ്റ്റ് പെർഫോമർ അവാർഡ് എന്ന് പറഞ്ഞൊരു അവാർഡ് നമ്മൾ നൽകുന്നുണ്ട്. ബെസ്റ്റ് പെർഫോമർ അവാർഡ് നിങ്ങൾ ഒരാൾക്ക് ലഭിക്കാൻ പോവാ. ആർക്കായിരിക്കും അത് ലഭിക്കുക? നമുക്ക് ചോദിച്ചാലോ. എന്റെ മോനെ ആരാണ് നന്നായിട്ട് നിങ്ങൾ ആരാ പെർഫോം ചെയ്തിട്ടുണ്ടാവുക? അതായത് നന്നായിട്ട് സ്കിറ്റ് ഒക്കെ കറക്റ്റ് ഡയലോഗ് ഒക്കെ പറഞ്ഞ് നന്നായിട്ട് അഭിനയിച്ച ആരായിരിക്കും? അപ്പൊ ചേച്ചിയോ? ചേച്ചിയാണ്. അല്ല, അപ്പൊ ഒരാൾക്കല്ലേ ഇത് നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റും. അത് ആർക്ക് കൊടുക്കണം? അത് മോനെ അത്രേ ഉള്ളൂ. അതുകൊണ്ട് മോനാണ് കിട്ടാൻ പോണത്. Not even that height. മോനാണോ ബെസ്റ്റ് ആക്ടർ എന്ന്? ആണോ? നന്നായി പഠിച്ചിട്ട് ചേച്ചിയെ കുറച്ച് ഉഴപ്പുണ്ട് അല്ലേ? പക്ഷെ മോനാണ് കറക്റ്റ് ആയിട്ട് ഡയലോഗ്സ് പറയുന്നത് അല്ലേ? അതാണ് നമുക്ക് ചേച്ചിക്ക് എന്താണ് പറയാൻ പറ്റുക? നമുക്ക് അടുത്ത പ്രാവശ്യം ചേച്ചി നല്ലൊരു ആക്ടർ കിട്ടാൻ വേണ്ടിട്ട് ഒന്ന് ഉപദേശം കൊടുക്കൂ, പറഞ്ഞു കൊടുക്കൂ. ആ കറക്റ്റ് നല്ലപോലെ ചെയ്യണം. അല്ലേ? കറക്റ്റ് സമയത്ത് അല്ലേ? ഡയലോഗ്സും പഞ്ചസും എല്ലാം പറയണമെന്ന് പറയണ്ടേ? ഇവിടെ ഈ 2 ചേട്ടന്മാരിൽ ആരാണ് ഏറ്റവും നല്ലത് പഞ്ച് പറയുന്നത്? പറയാം. ആരാ? ഇത് നോബി, അത് അഖില്. ആരാണ്? ഇതാണോ അത്? അവരൊക്കെ അറിയോ? അവൻ ന്യൂട്രലിൽ നിൽക്കും. വലിയ പരിചയമില്ല. ശരി, ഞങ്ങൾ ആരെയും ഏറ്റവും ഇഷ്ടം? ഇതൊക്കെ ആരെന്ന് ആരെയാ? രണ്ടുപേരെ. അവനെ കൺഫ്യൂസ് ആക്കല്ലേ. വലിയ പുള്ളിയാണ്. ഒരു കാര്യം ചെയ്യാം, നമ്മള് തീരുമാനിച്ചു കഴിഞ്ഞോ? അതെ. എന്താ തീരുമാനിച്ചിരിക്കുന്നത്? ഇവനാണ് ബെസ്റ്റ് ആക്ടർ. ആക്ടർ ഇവനാണ്, പക്ഷെ ഇന്നത്തെ പെർഫോമർ അവാർഡ് പോകുന്നത് അതും ഇവൻ തന്നെ. ഓക്കെ അല്ലേ? അല്ലേ? മിൽമയുടെ ഗിഫ്റ്റ് ഹാമ്പർ ആട്ടോ ഇതിന്റെ അകത്തുള്ളത്. ഫുള്ള് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേച്ചിക്കുട്ടിയായിട്ടും ഷെയർ ചെയ്യണം.